മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ വീണ്ടും പരസ്യ പ്രതിഷേധം. എം.കെ. രാഘവൻ എം.പിയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. സജോ ദേവസ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, ഇന്ന് എം.കെ. രാഘവൻ പത്രസമ്മേളനമൊക്കെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചതാണ്. അതിനുശേഷവും അവിടെ പ്രതിഷേധം അടങ്ങുന്നില്ല എന്നാണോ? പരസ്യ പ്രതിഷേധത്തിൽ യാതൊരുവിധ ഇടപെടലും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുമില്ലേ? ഗോകുൽ, പ്രതിഷേധം തണുപ്പിക്കാൻ ഒരു നിലയ്ക്കും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രാദേശിക പ്രവർത്തകർ വീണ്ടും പരസ്യ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു പരിധി കൂടി കടന്ന് എം.കെ. രാഘവൻ എം.പിയുടെ പയ്യന്നൂർ കുഞ്ഞിമംഗലം മൂശാരിക്കോവിൽ എന്ന് പറയുന്ന സ്ഥലത്തെ വീട്ടിലേക്കാണ് പ്രതിഷേധ മാർച്ച്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെയുണ്ട്. പാർട്ടിയെ എം.കെ. രാഘവൻ എം.പി ഒറ്റുകൊടുത്തു. കോഴ വാങ്ങി നിയമനം ഡിവൈഎഫ്ഐ CPIM പ്രവർത്തകർക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കോളേജിൽ നൽകി തുടങ്ങി പാർട്ടി പ്രവർത്തകരുടെ ആത്മാഭിമാനം വിറ്റുതുലച്ചു എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എം.കെ. രാഘവൻ എം.പി ഇന്ന് മാധ്യമങ്ങളെ കാണുകയും വീഴ്ചയുണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും നിയമനം സുതാര്യമാണ് എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പ്രവർത്തകർ അത് മുഖവിലക്കെടുക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ജില്ലയിൽ മാത്രമല്ല, അത് നേതൃത്വത്തിലേക്ക് കൂടി പടരുന്നു. ജില്ലയിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക്, പരസ്യ കലഹം അങ്ങനെ മൂർച്ഛിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേതാക്കൾ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. അങ്ങനെ വീട്ടിലേക്ക്, നിങ്ങളുടെ തന്നെ നേതാവിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക എന്ന് പറയുന്ന ഒരു അസാധാരണ സാഹചര്യമാണ്. അത് കോളേജിലെ സാധാരണ പ്രവർത്തകരെ വഞ്ചിക്കുന്ന രീതിയിലൊരു നടപടിയാണ് അയാളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്, എം.പിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതിൽ പ്രതിഷേധിച്ച് ഈ നാട്ടിലെ സാധാരണ പ്രവർത്തകരുടെ ഒരു വികാരമാണ് ആ വീട്ടിലേക്കുള്ള പ്രതിഷേധ പ്രകടനം. അവർ പറയുന്നത്, അതായത് നിങ്ങളുടെ തന്നെ നേതാവിന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ഒരു അസാധാരണമായ പ്രതിഷേധമാണ്. ഇത് അസാധാരണമില്ലല്ലോ. നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രതിഷേധ പ്രകടനം നടത്തിയേ പറ്റൂ. നമ്മളെ വഞ്ചിക്കുകയാണ്. ഇത്രയും പ്രവർത്തകന്മാരുടെ വികാരം നിങ്ങൾ കാണുന്നില്ലേ? ആ വികാരത്തെ മാറ്റിക്കാതെ ഈ എം.കെ. രാഘവന്റെ ബന്ധുവിന് നിയമനം നടത്തിയിരിക്കുകയാണ്. അതാണ് നമ്മളോടൊപ്പം മറ്റു നേതാക്കൾ കൂടി ചേരുന്നുണ്ട്. അതായത് നിങ്ങളുടെ തന്നെ നേതാവാണ്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നിങ്ങൾ പ്രതിഷേധ മാർച്ചായി പോകുന്നു, കോലം കത്തിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു നേതാക്കളൊക്കെ സംസാരിക്കുന്നില്ലേ നിങ്ങളുമായിട്ട്? അദ്ദേഹം ഒരു കാര്യം സംസാരിച്ചിട്ടേ ഇല്ല. നേരത്തെ ആദ്യം അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ KPCC പ്രസിഡന്റോ DCC പ്രസിഡന്റോ പറഞ്ഞിട്ടല്ല ആരെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ല. സാധാരണ പ്രവർത്തകരുടെ വികാരമാണ്. അല്ലാതെ ഇത് ഇന്ന് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത് DCC പ്രസിഡന്റോ KPCC പ്രസിഡന്റോ ഇതിൽ കളിക്കുന്നുണ്ടെന്നില്ല ഒരു സൂചന നൽകി. ഇവിടെ ആരും കളിച്ചിരുന്നെങ്കിൽ അന്നേ ഈ നിയമനം റദ്ദാക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ സാധാരണ പ്രവർത്തകന്റെ വികാരമാണ് ഇവിടെ കാണുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. കുറെ കാലമായി അദ്ദേഹത്തിന് നിയമിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അത് സതീശൻ പാച്ചേനി പ്രസിഡന്റായ കാലം മുതലേ തുടങ്ങി. പക്ഷേ അദ്ദേഹമൊക്കെ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോഴ് പെട്ടെന്ന് അത് നിയമിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രകടനം നടത്താൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ ആ പ്രകടനം നിർത്തിവെച്ചു. എന്തുകൊണ്ട്? അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരാണ് കോൺഗ്രസ്സുകാരൻ തെളിയിച്ചു. പക്ഷേ ഇനി വിട്ടുവീഴ്ചയില്ല. നമ്മുടെ എല്ലാ ഇതും ലംഘിച്ചു കഴിഞ്ഞു. നമ്മൾ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ നിയമനം നടത്തിയത്. അത് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനത്തെയാണ് അവർ ചോദ്യം ചെയ്തത്. അതാണ് അവർ പറയുന്നത്. അതായത് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ യഥാർത്ഥത്തിൽ ഈ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വലിയ പ്രവർത്തക പങ്കാളിത്തം യഥാർത്ഥത്തിൽ ഉണ്ട്. പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഇവിടുത്തെ കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായ ബൂത്തുകളിലെ പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. കുഞ്ഞിമംഗലത്ത് തന്നെയുള്ള അദ്ദേഹത്തിന്റെ, അതായത് എം.കെ. രാഘവൻ എം.പിയുടെ തറവാട് വീടും അദ്ദേഹത്തിന്റെ സ്വന്തം വീടും ഒക്കെ ഇവിടെ തന്നെയാണ്. അവിടുത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ അയൽവക്കക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ കൂടിയാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്ന് മാത്രമല്ല, അവർ പറയുന്ന ഒരു കാര്യം, പ്രവർത്തകരെ ഒരു നിലയ്ക്കും അവരുടെ വികാരം മുഖവിലക്കെടുക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ DCCയും ഈ കാര്യത്തിൽ നേരത്തെ നിയമനം നടത്തിയ പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതായത് മാടായി കോളേജിന്റെ ഭരണം നിയന്ത്രിക്കുന്ന പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലെ 5 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ അതും പര്യാപ്തമല്ല എന്നാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്ന ഒരു കാര്യം. ഇവിടുത്തെ പ്രാദേശിക പ്രവർത്തകരുടെ വികാരം, അതായത് പാർട്ടിക്ക് വേണ്ടി അടികൊള്ളാൻ പ്രവർത്തകരും അതിന് ഗുണഫലങ്ങളൊക്കെ എതിർചേരിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ എടുക്കുന്നു എന്നതാണ് അവർ വിമർശനമായി പറയുന്നത്. അതുകൊണ്ട് ഏത് നിലയ്ക്ക് ഇനി ഈ വിഷയത്തെ പരിഹരിക്കും എന്നതുകൂടി കാണേണ്ടതുണ്ട്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരികയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പ്രാദേശിക പ്രവർത്തകരെയും നേതാക്കളെയും പൂർണ്ണമായും പിണക്കി കൈവിട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയില്ല എന്ന നിലപാട് DCC എടുക്കുകയും DCCക്കെതിരെ അടക്കം പരസ്യമായി എം.കെ. രാഘവൻ എം.പി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പ്രതിഷേധം തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. DCCക്കും ഈ മുന്നോട്ട് എന്ത് എന്ന സാധാരണഗതിയിൽ പോസ്റ്റർ
പോസ്റ്ററുകൾ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളി, പ്രതിഷേധം, പോസ്റ്ററിൽ കരിയോലൊഴുക്കി, ഇങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നേതാവ്, അതും സ്വന്തം പാർട്ടിയുടെ തന്നെ MP-യുടെ കോലവുമായി ഇറങ്ങുക, അതിൽ ചെരിപ്പൂരി അടിക്കുന്നത് ഇന്നലെ കണ്ടു, കോലം കത്തിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ മാർച്ച് നടത്തുന്ന നിലയിലേക്ക് ഇത്ര വലിയ വിക്ഷോഭം ആ പ്രദേശത്തെ പ്രവർത്തകർക്കുണ്ട്. അവരെ സമാധാനിപ്പിക്കാനും ഇങ്ങനെ പരസ്യമായി സംഘടനയെ അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് പോകരുതെന്നുള്ള ഒരു ഇടപെടൽ അത് DCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണോ, അതല്ല DCCക്കും ഇതേ വികാരമുണ്ട്, ഈ വികാരം ഉൾക്കൊള്ളുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗോകുൽ, DCCയുടെ അമർഷവും പ്രതിഷേധവും അതൃപ്തിയും ഒക്കെ നേരത്തെ KPCC നേതൃത്വത്തെ അറിയിച്ചതാണ്. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇടപെടൽ നടത്തേണ്ടത്, കാരണം MK രാഘവൻ MP-യുമായും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചകൾക്കൊരു സാധ്യത DCCയുടെ മുന്നിലില്ല. അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കി. DCCയെ പരസ്യമായി തന്നെ തള്ളുന്ന നിലപാടും DCC പ്രസിഡന്റിനെ അടക്കം കുറ്റപ്പെടുത്തുന്ന നിലപാടും സ്വീകരിച്ചു. KPCC നേരിട്ട് ഇടപെട്ടുകൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഇനി ഇവിടെ ഒരു സമവായത്തിനുള്ള സാധ്യതയുള്ളൂ എന്നതാണ് വസ്തുത. അത് തന്നെ KPCC അധ്യക്ഷൻ K സുധാകരനെ അടക്കം പരോക്ഷമായി ഒളിയം പെയ്യുന്ന രീതിയിലാണ് മാധ്യമങ്ങളെ കണ്ട്, അതായത് തനിക്കെതിരായ നീക്കങ്ങൾ ആസൂത്രിതമാണ്, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, വ്യക്തിഹത്യയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ KPCC അധ്യക്ഷനെ കൂടി പരോക്ഷമായി പരാമർശിക്കുന്നുണ്ട്. അത് കോൺഗ്രസിലെ പുതിയ ചില സമവാക്യങ്ങളുടെ കൂടി ഭാഗമാണ്. അതായത് യഥാർത്ഥത്തിൽ ഒരു കേവലമായ പ്രാദേശിക പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് കണ്ണൂരും കടന്നു. കാരണം കണ്ണൂരുകാരനായ കോഴിക്കോട് MP-യാണ് ഒരു വശത്ത് നിൽക്കുന്നത്, മറുവശത്ത് കോൺഗ്രസിന്റെ 3ഓളം മണ്ഡലം കമ്മിറ്റികൾ മറുവശത്ത് നിൽക്കുന്നുണ്ട് എന്നത് കാണണം. അതായത് കല്യാശ്ശേരി, കുഞ്ഞിമംഗലം അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ MK രാഘവനെ പരസ്യമായി തള്ളിപ്പറയുന്ന നിലപാട് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അടക്കം സ്വീകരിക്കുന്നു. DCC പ്രസിഡന്റ് MK രാഘവൻ MP ചെയർമാനായ ഭരണസമിതിയിലെ 5 അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടി സ്വീകരിക്കുന്നു. ഇതടക്കം പാർട്ടിയെ ഗുരുതരമായ സംഘടനാ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും വിധമുള്ള അസാധാരണമായ പ്രതിഷേധത്തിനാണ് കണ്ണൂരിലെ കോൺഗ്രസ് സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലും അതിന്റെ ചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു. വലിയ കലഹത്തിലേക്ക് കോൺഗ്രസിനെ അത് നയിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വലിയ കോൺഗ്രസിനകത്ത് ഒരു കലഹകാലം തന്നെ രൂപപ്പെടുന്നു എന്നതാണ്. അതങ്ങനെ എളുപ്പത്തിൽ ഇനി പരിഹരിക്കുക സാധ്യമല്ല. പ്രവർത്തകരെ യഥാർത്ഥത്തിൽ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നതുകൂടി. ആദ്യഘട്ടത്തിൽ ചർച്ചയ്ക്ക് DCC ഒരു നേതാവിനെ, KPCC സെക്രട്ടറിയെ നിയോഗിച്ചിരുന്നു. അദ്ദേഹം പ്രവർത്തകരുടെ വികാരം മാനിക്കും, ഈ നിയമനമടക്കം പുനഃപരിശോധിക്കും എന്ന ഉറപ്പ് ഇവർക്ക് നൽകിയതിന് തൊട്ടു പിന്നാലെ ഈ 4 പേരും ജോലിയിൽ പ്രവേശിച്ചു. അതോടുകൂടി തങ്ങളെ ഈ നിലയ്ക്ക് അപമാനിച്ച് ഈ നിലപാടിൽ ഇനി പ്രതിഷേധമല്ലാതെ കടുത്ത പ്രതിഷേധം തന്നെ പോകും, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നിലപാട് സ്വീകരിക്കുന്നു. അത് സാധാരണഗതിയിൽ ഏതെങ്കിലും പ്രാദേശിക പ്രവർത്തകർ മാത്രമല്ല, മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് രാജി ഉൾപ്പെടെ നൽകി. കുഞ്ഞിമംഗലത്തെ മുഴുവൻ ആളുകളും നേതൃത്വത്തിന് രാജി നൽകി. ആ രാജി യഥാർത്ഥത്തിൽ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അതായത് CPM-മായി നേരിട്ട് ഏറ്റുമുട്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകമാണ്. അങ്ങനെയുള്ള പ്രവർത്തകരെ ഇനിയിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് 3ഓളം മണ്ഡലം കമ്മിറ്റികളെ പൂർണ്ണമായും കൈവിട്ടുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയില്ല. സമവായ നീക്കം വേണം. തീർച്ചയായും സജോ, ഏതായാലും സമവായ ശ്രമങ്ങളൊന്നും അവിടെ ഫലം കാണില്ല എന്ന് വ്യക്തമാണ്. അതാണ് ഇത്തരത്തിൽ സ്വന്തം MP-ക്കെതിരെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു, ചെരിപ്പൂരി കോലത്തിലടിക്കുന്നൊക്കെ ഇന്നലെ കണ്ടതാണ്. ഇന്നും കോലവുമായാണ് MK രാഘവൻ MP-ക്കെതിരെ സ്വന്തം നാട്ടിൽ, ജന്മനാട്ടിൽ പ്രതിഷേധം നടക്കുന്നത് കണ്ണൂരിൽ.